പശ്ചിമേഷ്യ വീണ്ടും കടുത്ത ആശങ്കയുടെയും അസ്ഥിരതയുടെയും നിഴലിലാണ്. ഗൾഫ് മേഖലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സുപ്രധാന സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ നയതന്ത്ര സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ വ്യോമാക്രമണം. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ആധുനിക യുദ്ധ ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് അന്താരാഷ്ട്ര സുരക്ഷയെയും ആഗോള എണ്ണ വിപണിയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് വ്യക്തമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ ശാന്തത കൈവരിക്കാൻ ശ്രമിച്ചിരുന്ന മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. ആക്രമണം നടന്ന ദിവസം പുലർച്ചെ മുതൽ തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും ഉച്ചത്തിൽ സുരക്ഷാ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വന്ന സാഹചര്യം ഈ ആക്രമണത്തിന്റെ തീവ്രത വെളിവാക്കുന്നു. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂസ് മിസൈലും 10ഓളം ഡ്രോണുകളുമാണ് കുവൈറ്റിൽ മാത്രം നാശം വിതയ്ക്കാനെത്തിയത്. ഇതിൽ പലതും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടെങ്കിലും ചിതറി വീണ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് കുവൈറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിലും സമാനമായ രീതിയിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ജോർദാനിലെ US സൈനിക താവളം ലക്ഷ്യമിട്ടെത്തിയ 10 മിസൈലുകളിൽ 8 തകർക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നത് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി. എങ്കിലും ഇത്തരം ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർക്കുന്നതാണ്. ഇറാൻ നടത്തിയ ഈ അപ്രതീക്ഷിത നീക്കം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ പരസ്പരം കൂടുതൽ അടുപ്പിക്കുന്നതിനാണ് വഴിവെച്ചിരിക്കുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തങ്ങളുടെ ശക്തമായ നയതന്ത്ര നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. മേഖല നേരിടുന്ന സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിടാൻ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. ഒന്നിച്ചു നിൽക്കുകയല്ലാതെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റു പോംവഴികളില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബഹ്റൈനും കുവൈറ്റിനും തങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAEയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. സമാനമായ രീതിയിൽ സൗദി അറേബ്യയും കുവൈറ്റും തമ്മിൽ അടിയന്തര നയതന്ത്ര ചർച്ചകൾ നടക്കുകയുണ്ടായി. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാഹ് ജാബിർ അൽ അഹമ്മദ് അൽ സബാഹും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളെയും അവയുടെ സുരക്ഷാ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു. കുവൈറ്റിനും ബഹ്റിനുമെതിരെയുണ്ടായ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ സൈനിക അസ്ഥിരതകൾക്കിടയിലും ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം അയൽരാജ്യമായ ഇറാഖിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് ഇറാഖ് പുറത്തുപോകില്ലെന്ന് ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദി ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അളവിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇറാഖിന്റെ ഉൽപ്പാദന കോട്ട പുതുക്കി നിശ്ചയിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. നിലവിൽ ഒപെക് അനുവദിച്ചിരിക്കുന്ന വിഹിതം രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ലെന്നാണ് ഇറാഖിന്റെ വാദം. എണ്ണ ഉൽപ്പാദനത്തിന്റെ അളവിൽ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഒപെക്കിൽ 2ാം സ്ഥാനമുള്ള വലിയ രാജ്യമാണ് ഇറാഖ്. എങ്കിലും സൗദിയെ അപേക്ഷിച്ച് ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഉൽപ്പാദന പരിധി വളരെ കുറവാണ് എന്നത് ദീർഘകാലമായി അവർക്കിടയിലുള്ള തർക്ക വിഷയമാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഗൾഫ് മേഖലയിൽ എണ്ണ വിപണിയിലെ ഇത്തരം സമ്മർദ്ദങ്ങൾ ഇന്ധന വിലവർദ്ധനവിന് കാരണമായേക്കാം എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ നടത്തിയ ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കേവലം ഒരു താൽക്കാലിക സൈനിക നീക്കമായി കാണാൻ കഴിയില്ല. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാനും ആഗോളതലത്തിൽ പ്രതിരോധ തന്ത്രങ്ങൾ പുതുക്കിപ്പണിയാനുമുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. US താവളങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴി മാറിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളായിരിക്കും. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ പ്രാദേശിക ഐക്യവും നയതന്ത്ര ചർച്ചകളും മാത്രമാണ് ഏകമാർഗം. UAEയും സൗദി അറേബ്യയും മുന്നോട്ട് വയ്ക്കുന്നത് പോലെ പരസ്പര സഹകരണത്തിലൂടെയും സമാധാനപരമായ ചർച്ചകളിലൂടെയും മാത്രമേ മേഖലയിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്ഥിരത ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. യുദ്ധക്കൊതി ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് എല്ലാ രാജ്യങ്ങളും മടങ്ങി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.